ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആഭ്യന്തര ഹർമ്മ്യത്തിന്റെ മറ്റൊരു വിചിന്തനത്തിലേക്ക് സ്വാഗതം. നമ്മുടെ ഈ ആത്മീയ യാത്ര, ആഭ്യന്തര ഹർമ്മ്യത്തിലൂടെയുള്ള നമ്മുടെ ഈ യാത്ര നാം മൂന്നാം സദനത്തിൽ എത്തി നിൽക്കുകയാണ്. ഈ മൂന്നാം സദനം എന്ന് പറയുന്നത് ഒത്തിരിയേറെ പ്രത്യേകതകളുള്ള ഒരു സദനമാണെന്ന് നാം കണ്ടു കഴിഞ്ഞു. കാരണം മനുഷ്യന്റെ കഴിവ് കൊണ്ട് എത്താവുന്ന ഏറ്റവും ഉന്നതമായൊരു തലമാണ് ഈ മൂന്നാം സദനം. അതുകൊണ്ട് തന്നെ ഇതിന് ഒത്തിരിയേറെ പ്രത്യേകതകളുണ്ട്. എന്നാൽ ഇവിടെ ഒരു വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് മുന്നോട്ട് പോകാൻ സാധിക്കാതെയുള്ള ഒരു തടസ്സമാണ്. അതായത് നമ്മുടെ ഒരു ചിന്ത ഈ മൂന്നാം സ്ഥലത്ത് കഴിയുമ്പോഴേക്കും ഇതൊരു പരിസമാപ്തിയുടെ തലമാണ് എന്നുള്ളതാണ്. കാരണം എല്ലാ തലങ്ങളിലും എല്ലാ നിലയിലും വളരെ സന്തോഷത്തിലും സമാധാനത്തിലും നന്നായി നാം മുന്നോട്ട് പോകുന്നു. ആത്മീയ ജീവിതമായിക്കോട്ടെ, ഭൗതിക ജീവിതമായിക്കോട്ടെ, നമ്മുടെ സാധാരണ ജീവിതം എല്ലാ തലങ്ങളിലും നമുക്ക് ഒരു സന്തോഷവും ഒരു വളർച്ചയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നാം ആത്മീയ ജീവിതം എടുക്കുകയാണെങ്കിൽ തന്നെ നാം വ്യക്തിപരമായിട്ടുള്ള ഒരു ടൈം ടേബിൾ ഉണ്ടാക്കുന്നു. ഒരുപക്ഷെ 4-നോ 4:30 നാം എഴുന്നേൽക്കുന്നു. 5 മണിക്ക് ധ്യാനം, എൻ്റെ ദിവ്യബലി, അതിനുശേഷം എൻ്റെ വ്യക്തിപരമായ പ്രാർത്ഥന, ജ്ഞാനവായന, അങ്ങനെ എല്ലാ തലങ്ങളിലും ആത്മീയ കാര്യങ്ങൾ, പുണ്യപ്രവൃത്തികൾ സാധിക്കുന്ന രീതിയിലെല്ലാം മറ്റുള്ളവരെ ഞാൻ സഹായിക്കാനായിട്ട് പരിശ്രമിക്കുന്നു. ഞാൻ ചെയ്യേണ്ട കടമകളെല്ലാം നല്ല രീതിയിൽ ഉത്തരവാദിത്തങ്ങളെല്ലാം നിർവഹിക്കുന്നു. അങ്ങനെ ആ തലങ്ങളിൽ ഇനി മറ്റുള്ളവരുടെ ബന്ധങ്ങളിലാണെങ്കിലും എല്ലാം നല്ല രീതിയിൽ ഞാൻ മുന്നോട്ട് പോകുമ്പോൾ ഇത് ഒരു സമഗ്രതയുടെ തലമാണ്. ഇവിടെ മതി, ഇനി മുന്നോട്ട് പോകണ്ട എന്നൊരു ചിന്ത എന്നിൽ വരാനായിട്ട് സാധ്യതയുണ്ട്. അതായത് അമദ്രേസ്യ പറയുന്നത് എങ്ങനെയാണ്? ഈ വളരെ സൂക്ഷിച്ചുള്ള യാത്രയിൽ ചിലപ്പോൾ ചില തടസ്സങ്ങൾ വരുമ്പോൾ ഇനി മുന്നോട്ട് പോകാതെ ഇത് മതിയെന്ന് ചിന്തിച്ചാല് നാം ആരംഭിച്ചിരിക്കുന്ന ഈ യാത്ര ലക്ഷ്യസ്ഥാനത്ത് എത്തുവാനായിട്ട് നമുക്ക് വേണ്ടിയിട്ട് മറ്റാരെങ്കിലും യാത്ര ചെയ്യുമോ എന്നാണ് മദ്രസ ചോദിക്കുന്നത്. നമുക്ക് വേണ്ടി നാം തന്നെ യാത്ര ചെയ്യണം. നാം മൂന്നാം സ്ഥാനത്തിൽ എത്തിയിട്ടുള്ളൂ. ഇനിയും 4 സദനങ്ങൾ കൂടി കിടക്കുകയാണ്. നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത് 7ാം സദനമാണ്, ആത്മീയ വിവാഹമാണ്. അവിടെ എത്തിച്ചേരണമെങ്കിൽ ഇനിയും 4 സദനങ്ങൾ എടുക്കണ്ട്. അതുകൊണ്ട് ഇതൊരു പരിസമാപ്തിയുടെ തലമാണ്. ഇനി മുന്നോട്ട് പോകണ്ട എന്ന് ചിന്തിച്ചാല് അമദ്രേസ്യ പറയുന്നു അതൊരു അഹങ്കാരത്തിന്റെ ലക്ഷണമാണ്. എളിമയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് എളിമയില്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? അഹങ്കാരം നമ്മിൽ വന്നുവിടും. അതുകൊണ്ട് ഇത് മുന്നോട്ട് പോകണ്ട, ഇത് പരിസമാപ്തിയിൽ എത്തി എന്നൊരിക്കലും നാം ചിന്തിക്കരുത്. നമ്മുടെ ആത്മീയ യാത്ര അവസാന ശ്വാസം വരെ നാം മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നു. നമുക്ക് വളർച്ചയില്ലെങ്കിൽ എന്താ സംഭവിക്കേണ്ടത്? അത് പിന്നോട്ടടിക്കും, തളർച്ചയിലേക്ക് പോകും. ഉൽപ്പത്തി പുസ്തകത്തിൽ 12-ാം അധ്യായത്തില് 2-ാം വാക്യം നാം അങ്ങനെ വായിക്കുന്നുണ്ട്. ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും, നിന്റെ നാമം ഞാൻ മഹത്തരമാക്കും, നിന്നെ ഞാൻ അനുഗ്രഹിക്കും, നീ ഒരു അനുഗ്രഹമാണ്. നമ്മളെയൊക്കെ ദൈവം ഒരു അനുഗ്രഹമായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അനുഗ്രഹമായില്ലെങ്കിൽ എന്താ സംഭവിക്കേണ്ടത്? ശാപമാവും. There is no neutral in between. Either you will be a blessing or you will be a curse. ഒന്നുകിൽ നീ ഒരു അനുഗ്രഹം അല്ലെങ്കിൽ നീ ഒരു ശാപം. അപ്പോൾ അതുപോലെ തന്നെയാണ് ആത്മീയ ജീവിതത്തിലായിക്കോട്ടെ, ഭൗതിക ജീവിതത്തിലായിട്ടെ, മുന്നോട്ട് യാത്രയില്ല. അവിടെ നാം നിന്നാല് പിന്നെ പുറകോട്ടായിരിക്കും പോകുന്നത്. അല്ലാതെ ഇതിന് ഒരു സ്റ്റാഗ്നന്റ് ആയിട്ടുള്ള, ഒരു പരിസമാപ്തിയിലുള്ള, നിശ്ചലമായിട്ടുള്ള ഒരവസ്ഥയില്ല. അങ്ങനെ വന്നാല് നാം അത് പുറകോട്ട് പോകും. അത് വീണ്ടും നമ്മളെ ദുഃഖത്തിലേക്കും അതുപോലെ തന്നെ അസമാധാനത്തിലേക്കൊക്കെ ആയിരിക്കും നയിക്കുന്നത്. അതുകൊണ്ട് നാം ഈ യാത്രയിലൂടെ ഇതിലൂടെ മുന്നോട്ട് പോകുമ്പോൾ നാം എപ്പോഴും ചിന്തിക്കേണ്ടത് ഇവിടെ നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത് 7ാം സദനമാണ്. ഇപ്പോൾ 3 ആയിട്ടുള്ളൂ, 7ാം സദനമാണ്. അവിടെ എളിമയോടുകൂടി നമ്മുടെ ഈ യാത്ര മുന്നോട്ട് പോകണം. അവസാന ശ്വാസം വരെ നാം വളർച്ചയുണ്ടാകണം. കാര്യം ഇപ്പോൾ നല്ല സുഖമാണ്, കുഴപ്പമൊന്നുമില്ല എന്ന് നാം ചിന്തിച്ചാലും വളർച്ചയില്ലെങ്കിൽ നാം തളർച്ചയിലേക്ക് പിന്നോട്ട് നാം പോകും. അതുകൊണ്ട് നാം എത്രമാത്രം പുണ്യപ്രവൃത്തി ചെയ്യുന്നവരായി കഴിഞ്ഞാലും, എത്ര സമയം പ്രാർത്ഥിക്കുന്നവരായി കഴിഞ്ഞാലും, എത്രമാത്രം മറ്റുള്ളവരെ സഹായിക്കുന്നവരൊക്കെ ആണെങ്കിലും ഇനി ഇത് മതി എന്നൊരു ചിന്തയിലേക്ക് വന്നാൽ അത് നമ്മളെ അപകടത്തിലേക്കാണ് നയിക്കുന്നത്. അങ്ങനെ ഒരു ചിന്ത നമ്മളെ ഒരിക്കലും നയിക്കാനായിട്ട് പാടില്ല. മുന്നോട്ട് പോവുക. എൻ്റെ അവസാന ശ്വാസം വരെ ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കണം ആത്മീയ ജീവിതത്തിൽ. അല്ലെങ്കിൽ ഞാൻ തളർച്ചയാണ്, ഞാൻ വീണ്ടും പുറകോട്ട് പോകും എന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ ആത്മീയ ജീവിതത്തിൽ വളരുവാനായിട്ട് സാധിക്കുകയുള്ളൂ. എപ്പോഴും നമുക്ക് ലഭിച്ചിരിക്കുന്ന ആ സന്തോഷവും
ആ വിശുദ്ധിയുടെ ആനന്ദവും എല്ലാം നമുക്ക് ലഭിക്കണമെങ്കിൽ നമുക്ക് ഇനിയും വളരുവാനുണ്ട്, ഇനിയും മുന്നോട്ട് പോകുവാനുണ്ട് എന്ന ചിന്തയോടുകൂടി അവസാന ശ്വാസം വരെ നാം പോകേണ്ടിയിരിക്കുന്നു. നമുക്കതിനായിട്ട് പരസ്പരം പ്രാർത്ഥിക്കാം. അങ്ങനെ നമ്മുടെ ഈ ആത്മീയ യാത്രയിൽ ഒരിക്കലും നാം നിർത്താതെ മുന്നോട്ട് പോകുവാനും വേണ്ട കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.